മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നാലാം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി KA മനാഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി മുന്നേറുന്നു. UDF സ്ഥാനാർത്ഥി KA മനാഫ് തന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി മുന്നേറുകയാണ്. ഭവന സന്ദർശനത്തിനാണ് KA മനാഫ് മുൻതൂക്കം നൽകുന്നത്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകരോടൊപ്പം ഭവന സന്ദർശനം നടത്തുന്ന മനാഫ് വിജയിക്കുമെന്ന തികഞ്ഞ വിശ്വാസത്തിലാണ്. നമ്മുടെ ഡിവിഷനിൽ 5 ബൂത്തുകളാണ് ഉള്ളത്. ഈ 5 ബൂത്തുകളിലും ഇപ്പോൾ 3 റൗണ്ട് പൂർത്തിയാക്കാനായി എല്ലാവരെയും നേരിൽ കണ്ട് പരമാവധി ആളുകളെ 90% പേരെ നേരിൽ കണ്ട് സംസാരിച്ചു. നല്ല രീതിയിലുള്ള പ്രതികരണം എല്ലാ ഭാഗത്തുനിന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയും സഹകരണവും സഹായവും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ കൂടെ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഡിവിഷനിൽ നടത്തിയ CSMLന്റെ പദ്ധതി പ്രകാരം എല്ലാ വർക്കും നമ്മുടെ ഡിവിഷനിൽ ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലായാലും മറ്റുള്ള ഈ അംഗൻവാടി വികസന റോഡ്, ഇട റോഡുകൾ, എല്ലാ റോഡുകളിലും 90% വർക്ക് പൂർത്തിയാക്കി. അതുപോലെ ഈ അമൃത് പദ്ധതി വഴി എല്ലാവർക്കും വൈദ്യുതി കണക്ഷൻ, ഈ വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞ് ഡിവിഷനിലത്തെ ഏതാണ്ട് വർക്കുകളൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഒരു അഭിമാനത്തോടു കൂടി എല്ലാ ജനങ്ങളോടും സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ബാക്കി പത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അംഗീകാരവും ജനങ്ങളുടെ പ്രാർത്ഥനയും സഹായവും സഹകരണവും ഒക്കെ. തീർച്ചയായും അത് വോട്ടായി മാറും. നല്ലൊരു പ്രതീക്ഷയോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. സിറ്റിംഗ് കൗൺസിലർ കൂടിയായ KA മനാഫ് ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് അംഗീകാരമായി ലഭിക്കുമെന്നും വീണ്ടും ജനം തന്നെ തെരഞ്ഞെടുക്കുമെന്നും KA മനാഫ് ഉറച്ച് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളോടൊപ്പം അവരിൽ ഒരാളായി നിന്നതിന്റെ ഭാഗമായി തനിക്ക് വിജയം ഉറപ്പാണെന്നും KA മനാഫ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.